Hello guys, welcome to my YouTube channel Roam Her Life. അപ്പം ഇന്ന് നമ്മൾ ഒരു തീർത്ഥാടനത്തിനാണ് ഗൈസ് പോകുന്നത്. അപ്പം ഫാമിലി ആയിട്ടൊരു കുഞ്ഞു തീർത്ഥാടനം. അപ്പം ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് എൻ്റെ പപ്പയും മമ്മിയും സജസ്റ്റ് ചെയ്തൊരു സ്ഥലമാണ് ഇത്. അതായത് നമ്മളുടെ മറിയാസ്റ്റൈൻ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മറിയാസ്റ്റൈൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഞങ്ങൾ വീണ്ടും മറിയാസ്റ്റൈനിൽ എത്തിയിരിക്കുകയാണ്. ആരുമായിട്ടാണെന്ന് അറിയാമല്ലോ, പപ്പയും മമ്മിയുമായിട്ടാണ്. അപ്പോൾ അവർ നാട്ടിൽ വെച്ച് വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇവിടെ വന്ന് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ എത്തി, പാർക്കിങ്ങിലെത്തി, എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി ഇതാ കുഞ്ഞിനെയൊക്കെ എടുത്ത് നമ്മൾ മറിയാസ്റ്റൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മറിയാസ്റ്റൈൻ്റെ ഒരു ഫുൾ വ്യൂ. അന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഏകദേശം ഒരു വൈകിട്ടായിരുന്നു, വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരത്തെ മോനെ കിൻഡർഗാർട്ടനിൽ വിട്ടിട്ട് നമ്മൾ രാവിലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ പാർക്കിങ്ങും കൂടി അങ്ങോട്ട് നടക്കുകയാണ് മറിയാസ്റ്റൈനിലേക്ക്. അപ്പം ഇതാണ് ഇവിടുത്തെ പാർക്കിങ്ങും. അപ്പം ഇവിടെ പലതരത്തിലുള്ള ഇലക്ട്രിക് വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ അത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ ദാ പപ്പയും മമ്മിയും ഒരു ഹായ് ഒക്കെ പറഞ്ഞതിന് ശേഷം മോളെ കൂട്ടിക്കൊണ്ട് പപ്പ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ബാസിലിൽ നിന്നൊരു 17 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബസ് വഴിയൊക്കെ വരാം, പിന്നെ കാറിൽ വരുന്നവർക്ക് നമുക്ക് കാറ് വഴിയും നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ദാ ഇതൊരു കുരിശുമൂടാണ്. അങ്ങനെ ദാ ഇവിടെ ഒരു കുഞ്ഞൊരു ഇതുണ്ട്, ലൈബ്രറി ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുഞ്ഞു ബുക്കൊക്കെ എടുത്ത് ദാ ചെയറിലിരുന്ന് വായിക്കാം. അങ്ങനെ ഞങ്ങളിതാ മറിയാസ്റ്റൈൻ ചർച്ചിൻ്റെ അടുത്തെത്തി. അപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്തായിരുന്നു നമ്മൾ പോയിരുന്നത്. ഏകദേശം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. അപ്പം ദാ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ ഒറിജിനൽ പൈൻ ട്രീ ആയതുകൊണ്ട് അതിങ്ങനെ വാടി നിൽക്കുകയാണ്. ഇത്രയും ദിവസം അതിനെ വെട്ടിയിട്ടിങ്ങനെ അതിൻ്റെ ജീവനെല്ലാം പോയി അതിങ്ങനെ എടുത്ത് കളയാറായ സമയമായി. അങ്ങനെ ദാ നമ്മൾ എല്ലാവരും കൂടി നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. സ്റ്റിൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ഇൻ്റർലോക്കിൻ്റെ പണിയും അങ്ങനത്തെ പണിയൊക്കെ. അപ്പോൾ നമ്മളിതാ ഞാൻ അവിടുത്തെ മഠമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായി. ഇവിടെയാണ് ഇവിടുത്തെ സന്യാസികളൊക്കെ താമസിക്കുന്ന മഠമാണ്, ആബേ മഠം എന്ന് പറഞ്ഞിട്ടുള്ള മഠമാണത്. അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. നല്ല വലിയ നോക്ക്, എൻ്റെയും പള്ളിയുടെ ഡോറിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇത് പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോഴുള്ള വ്യൂ ആണ്. ഡയറക്റ്റ് നമ്മൾ പള്ളിയിലേക്കല്ല കയറുന്നത്, നമ്മൾ ജസ്റ്റ് പള്ളിയുടെ ഒരു പള്ളിക്കും നമ്മളുടെ ഈ മെയിൻ ഡോറിനും തമ്മിലൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ പള്ളിയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മെഴുകുതിരി, പല റേറ്റിലുള്ള മെഴുകുതിരികൾ വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ആ കവറിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഈ മെഴുകുതിരി എടുത്തുകൊണ്ട് പോയി അകത്ത് നേർച്ച പറഞ്ഞ് നമുക്ക് കത്തിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ പള്ളിയുടെ കവാടം എന്ന് പറയുന്ന മെയിൻ ഡോർ. അപ്പോൾ എന്താ മമ്മി അത് തുറന്ന് അകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പം എല്ലാവരും എക്സൈറ്റഡ് ആണ്. അവർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ അതാ അപ്പച്ചനും അമ്മച്ചി ഇതാ ഷാനും കയറുകയാണ്. അപ്പം എന്താ ഞാനും അതിലേക്ക് കയറുകയാണ്. അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ വീഡിയോ ചെയ്യുമ്പം ഫോണിലാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അത്രയും ക്ലാരിറ്റി നിങ്ങൾക്ക് മേ ബി ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാ നല്ല ക്ലാരിറ്റിയോടെയാണ് ഇപ്പം മറിയാസ്റ്റൈൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ്, അങ്ങനെ ഒരുപാട് വർക്കുകളും ഒരുപാട് കൊത്തുപണികളും ഒക്കെ നിറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പള്ളിയാണ് മറിയാസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ മദ്ബഹയൊക്കെ കണ്ടു. പക്ഷേ മദ്ബഹയ്ക്ക് ഫ്രണ്ടിൽ ഒരു ഗ്രില്ലൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഒരുപാട് ദൂരെയാണ് മദ്ബഹ. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അതിനുശേഷം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ 3 മദ്ബഹയുണ്ട് ടോട്ടൽ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാ ഇവിടെ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഇതാണ്. അപ്പോൾ പപ്പയും മമ്മിയും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ മാതാവിനെയാണ് ഇവരവിടെ ആരാധിക്കുന്നത്. ഇങ്ങനെയാണ് മാതാവിൻ്റെ ഒരു എങ്ങനെയാണ് ലുക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതാണ് പാറയുടെ ഇടയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട രൂപമാണ് അവരവിടെ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ പല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ മെഴുകുതിരി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കത്തിച്ച് വെക്കാം. അതിന് നമ്മൾ എക്സ്ട്രാ 2 ഫ്രാങ്കാണ് ഒരു മെഴുകുതിരി കത്തിക്കുന്നതിനുള്ളത്. അപ്പം അപ്പച്ചനും മോളും കൂടെ ഒരു മെഴുകുതിരി കത്തിച്ചു. എന്നിട്ട് അവരവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അപ്പം എന്താ ഈ മദ്ബയുടെ ബാക്കിൽ ഒരു കുഞ്ഞ് ചാപ്പലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ മദ്ബയുടെ ബാക്കിൽ കൂടി
ഞാൻ ആ ചാപ്പലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തിരുകുടുംബത്തിൻ്റെ പേരിലാണ് ഈ ഒരു ചാപ്പൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് ഈശോ മറിയം യൗസേപ്പിൻ്റെ പേരിലാണ് ഈ ചാപ്പൽ. അപ്പം നമ്മുടെ മദ്ബയിൽ കാണാം മാതാവിൻ്റെ രൂപമുണ്ട്, ഉണ്ണീശോയുടെ രൂപമുണ്ട്, പിന്നെ ജോസഫ് പിതാവിൻ്റെ രൂപമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടേക്ക് കയറി മദ്ബഹയിലൊക്കെ ഞാനിങ്ങനെ നമുക്ക് അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് നമുക്കൊരു വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തെടുക്കുകയാണ് വീഡിയോ. അപ്പോൾ ഇവിടെയും ഉണ്ട് പലതരത്തിലുള്ള കുത്തുപണികൾ. അപ്പം ഇതിൻ്റെ പാരലായിട്ടാണ് നമ്മളുടെ യഥാർത്ഥ മദ്ബഹയുടെ ഇതിരിക്കുന്നത്. അവിടെയാണ് നമ്മളുടെ കുർബാനയൊക്കെ നടത്തുന്നത്. ഇതിൻ്റെ ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. അപ്പം ഇങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ഇവിടുന്ന് പകർത്തി. നല്ല മനോഹരമായ ഒരു സമാധാനം നിറഞ്ഞ മീൻസ് ഒരു ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ് കേട്ടോ പള്ളി. ഇതാ ഒരു ഫുൾ വിൻഡോ ഒക്കെ കണ്ടോ, എന്താണ് ഭയങ്കര പീസ്ഫുള്ളായിട്ട്. എന്താണ് സൈലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. എൻ്റെ മോൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുന്നതല്ലാണ്ട് കുറേ പേര് അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ആരും ഒരു നിശബ്ദമായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ മമ്മിയും പപ്പയും അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ വിസിറ്റിംഗ് നമ്മൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ച് മദ്ബയുടെ ബാക്കിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അപ്പം നിങ്ങൾ അവിടെ പോകുമ്പം ഈ മാതാവിൻ്റെ മദ്ബയുടെ ബാക്കിലായിട്ടാണ് കേട്ടോ ഈ ഒരു ചാപ്പലുള്ളത്. പിന്നെ ഞാൻ കുറച്ച് നേരം നമ്മുടെ യഥാർത്ഥ ഇതിൻ്റെയൊക്കെ കുർബാന നടക്കുന്ന അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് നമ്മൾ പള്ളിയുടെ മദ്ബഹയിൽ നിന്ന് നോക്കുമ്പം ഡയറക്റ്റ് ഒരു വ്യൂ ഇതൊക്കെയാണ്. പിന്നെ കൊയറിൻ്റെ ഒക്കെ പല പല ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, പ്രസംഗിക്കുന്നവർ ഇവിടെ വന്ന് നിന്നാണ് പ്രസംഗിക്കുന്നത്. പണ്ട് കാലത്ത് നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്, മദ്ബഹ അങ്ങാണ് ദൂരെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് പ്രസംഗിക്കുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടായിട്ട് അവരിവിടെ വന്ന് നിന്നാണ് പ്രസംഗിക്കുന്നത്. അതെങ്ങനെയാണ് കൊത്തുപണികൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളായിരുന്നു. പിന്നെ ഇതാണ് കുമ്പസാരക്കൂട്. അങ്ങനെ ഒരു 6ഓളം കുമ്പസാരക്കൂടുകളുണ്ട് ഈ പള്ളിയിൽ. അങ്ങനെ നമ്മൾ പല പല കാഴ്ചകളായിട്ട് ഇങ്ങനെ നടന്നു നമ്മൾ പള്ളിയുടെ ബാക്കിലേക്ക് വരികയാണ്. അപ്പം ഒരു പള്ളിയുടെ ഒരു മീൻസ് കുഞ്ഞു മോഡൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, പിന്നെ എങ്ങനെയാണ് മഠം നടക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു മോഡൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതും കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ നമ്മൾ എവിടെയാണ് നമ്മൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അവർ എക്സൈറ്റഡ് ആണ് നമ്മളുടെ യഥാർത്ഥ ചാപ്പലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ ഗുഹയ്ക്കകത്തുള്ള ചാപ്പലിലേക്ക് പോകാൻ പപ്പയും മമ്മിയും സോ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവരങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് സത്യം പറഞ്ഞാൽ വഴി അറിയില്ല, ഞാനാണ് ഫ്രണ്ടിൽ പോകേണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ നടന്നോ കുഴപ്പമില്ല. എന്നിട്ട് അപ്പം അവരിങ്ങനെ ഈ പല പല ബലകങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് വായിക്കുകയാണ് പപ്പ. അങ്ങനെ ഓരോന്ന് നോക്കി നോക്കി പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ മലയാളത്തിലൊരു നന്ദി സൂചകമായിട്ടൊരു ഇത് എഴുതിയിട്ടുണ്ട് മാതാവിന് വേണ്ടിയിട്ട്. അങ്ങനെ മീനു എന്ന് പറഞ്ഞ പേരൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആ പേരൊന്നും ഇങ്ങനെ വായിക്കുന്നില്ല. അങ്ങനെ കുറേ മലയാളീസും കുറേ തമിഴ്, അങ്ങനെ കുറേ പല പല ഭാഷയിൽ ഇവിടെ മാതാവ് അവർക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നന്ദി പറഞ്ഞ് ഇങ്ങനെ ബലകങ്ങളായിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് നടക്കുകയാണ് അവർ. അപ്പോഴാണ് കർത്താവിനെ ക്രൂശി തറയ്ക്കുന്നതിന് മുമ്പ് അവരിങ്ങനെ ചാട്ടവാറ് വെച്ചൊക്കെ അടിച്ചതിന് ശേഷം അവിടെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ള രീതിയിലൊരു രൂപമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മമ്മി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ദാണ്ടി ഇങ്ങനെ ഈ ഗുഹയുടെ ഈ അകത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ നമുക്ക് ഇവിടെയും ഒരു ചാപ്പലിൻ്റെ കൺസെപ്റ്റിൽ ഇതുണ്ട്. പക്ഷെ നമ്മളിത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഓപ്പൺ ആവുമെന്നൊക്കെ നോക്കിയായിരുന്നു, അപ്പോൾ അത് ലോക്ക്ഡാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ നോക്കിയതിന് ശേഷം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറേ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം കുറേ നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ ഗുഹയ്ക്ക് അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷേ ഇത് ഗുഹയിൽ കൂടെയാണ് നടക്കുന്നതെന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരില്ല. നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് പള്ളിയിൽ അങ്ങ് അകത്ത് ആ ഒരു അകത്ത് നമ്മൾ ചാപ്പൽ സന്ദർശിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങണം. ഒരു 70ഓളം സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മലയുടെ മേളിൽ നിന്ന് ഗുഹയിലേക്ക് ഇറങ്ങുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യില്ല, ബട്ട് സ്റ്റിൽ ഇതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അങ്ങനെ മമ്മി ഇങ്ങനെ ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇറങ്ങി വരാൻ നമുക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ഏകദേശം എത്താറായി. അങ്ങനെ ഇവരെ ഇങ്ങനെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുകയാണ്.
അവിടെ ഒരു റോഡൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. എത്ര മുകളിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ആ ഒരു ജനലിൽ കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പപ്പ ചാപ്പലിലേക്ക് വന്നു, നമുക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു. അപ്പം ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന ഒരാൾ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അടച്ചിട്ട് പോവില്ല. നമ്മൾ അടുത്ത ഒരാൾ വരുന്നിടം വരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഡോറ് ഓപ്പൺ ചെയ്ത് പിടിച്ചിരിക്കും. നമ്മൾ നാട്ടിൽ അങ്ങനെയല്ലല്ലോ, നമ്മളങ്ങ് ഡോർ അടച്ചിട്ട് അങ്ങ് പോകും, നമ്മളുടെ കാര്യം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ചാപ്പലിലേക്ക് കയറി. അപ്പം ഇതായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ട ഗുഹ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ യേശുവിൻ്റെ ഒരു ക്രൂശിൽ നിന്ന് എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു രൂപമുണ്ട്. ഇവിടെ നമുക്ക് മെഴുകുതിരി കത്തിക്കാം. അപ്പം ഇതാണ് ആ ഗുഹയുടെ ഒരു ഓവറോൾ വ്യൂ. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ എന്തും വേണ്ടി എൻ്റെ പപ്പ അവിടെ നിൽക്കുമ്പം ഈ ഗുഹ എന്ത് വലുതാണെന്ന് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഇതാണ് മാതാവിൻ്റെ ആ രൂപം. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് താങ്ക്സ് മാതാവിനോട് പറയണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതാ ഈ ബുക്കിലേക്ക് എഴുതി വെക്കാം. അങ്ങനെ നമ്മൾ ഇന്ന് അവിടെ ബുക്കിൻ്റെ അകത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ എഴുതി. ജസ്റ്റ് ഞാൻ ആദ്യമേ തുടക്കം മാത്രമേ കാണിച്ചുള്ളൂ. ബാക്കി നമ്മുടെ പേഴ്സണൽ ആയതുകൊണ്ട് ഞാനത് മുഴുവനായി വീഡിയോ എടുത്തില്ല. ഞാനും എൻ്റെ ആവശ്യങ്ങളും ഞാൻ താങ്ക്സ് ഗിവിങ്ങും ഒക്കെ മാതാവിന് എൻ്റെ ഒരു നന്ദിയൊക്കെ ഞാൻ ആ ബുക്കിൽ എഴുതി വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. ഇതൊക്കെയാണ് ആ ചാപ്പലിലെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. വളരെ മനോഹരമാണ്. പിന്നെ നമുക്കിവിടെ ഹോളി വാട്ടർ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹോളി വാട്ടറൊക്കെ തൊട്ടു. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു. അതിനുശേഷം തിരിച്ചിറങ്ങി. അന്ന് മോൻ ചെയ്ത പോലെ മമ്മി ഒരു കോയിൻ എടുത്ത് ആ പാറയുടെ അകത്ത് വെച്ചു. അങ്ങനെ പപ്പയും ഒരു കോയിൻ എടുത്ത് പാറയുടെ അകത്തേക്ക് വെച്ചു. പപ്പ വെച്ച് കഴിഞ്ഞപ്പം കോയിൻ താഴെ വീണു. പിന്നെയും തിരിച്ചെടുത്ത് വെക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാണ് ആ ജനലിൻ്റെ അകത്തൂടെ ഒരു വ്യൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത്രയും ടോപ്പിലാണ് നമ്മൾ ആ പാറ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ പ്രാർത്ഥനയും ഒക്കെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അത് മുഴുവൻ നമ്മൾ വീഡിയോ എടുത്തില്ല. അങ്ങനെ തിരിച്ചു പോവുകയാണ്. സ്റ്റെപ്പ് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പ്രായമുള്ള ആൾക്കാർക്ക്. അങ്ങനെ മോളൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നമ്മൾ സേഫായിട്ട് നടക്കാൻ പറ്റുന്നതുകൊണ്ട് അതുവഴി ഞാനിങ്ങനെ നടക്കാൻ വിട്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് മറിയ സ്റ്റൈനിൻ്റെ പുറത്തേക്ക് കടന്നു വരികയാണ്. അപ്പം ഞാൻ പതുക്കെ മറിയ സ്റ്റൈനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് മൈക്ക് കൈമാറുകയാണ്. ഓക്കെ, നിങ്ങളപ്പോൾ അത് കേൾക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്നു കേട്ടോ. സ്വിറ്റ്സർലൻഡിലെ മാതാവിൻ്റെ നാമത്തിലുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളി ഒരു മലയുടെ ചരിവിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പണ്ട് ഒരു കാലത്ത് ഒരു പാറ ഇടുക്കിൽ, അതായത് ഒരു കുഞ്ഞ് കൊക്കയിലേക്ക് വീണപ്പോൾ മാതാവ് ആ കുഞ്ഞിനെ വന്ന് അവിടുന്ന് രക്ഷിച്ചു എന്നുള്ള ഐതിഹ്യത്തിൻ്റെ പേരിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മലയുടെ ടോപ്പിലാണ് ഈ ദേവാലയം നിൽക്കുന്നത്. എങ്കിലും മാതാവിനെ രക്ഷിക്കാനുള്ള കുഞ്ഞിനെ രക്ഷിച്ച ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങി വളരെയധികം താഴേക്ക് പോയി താഴെ ചെന്നിട്ടാണ് ആ ഒരു സ്ഥാനമുള്ളത്. ആ സ്ഥാനത്ത് അവരിപ്പോൾ ഒരു ഗുഹ പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ ഗുഹയ്ക്കകത്ത് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മനോഹരമായൊരു പള്ളിയാണ്. നമ്മൾ ഇപ്പോൾ നിരപ്പിലാണെങ്കിലും ഈ പള്ളിക്കകത്ത് കയറി അതിൽ താഴോട്ട് പോകുമ്പോൾ വളരെയധികം ആഴമുള്ള ഒരു വലിയ കൊക്കയിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ മനോഹരമായിട്ടത് വെച്ചിട്ടുണ്ട്, നല്ലോണം സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ഈ ദേവാലയത്തിൽ വന്ന് വലിയ അനുഗ്രഹമുള്ളൊരു ദേവാലയമാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നതിന് ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു ദേവാലയമാണ്. ഇതിനെ അവർ വളരെ മനോഹരമായി സൂക്ഷിക്കുന്നുണ്ട്. എങ്കിലും ഒരു ശബ്ദമോ ഒരു കാര്യമോ ഈ ദേവാലയത്തിലില്ല. ഒട്ടനവധി പേര് വരുന്നുണ്ട്. അവരാരും ഒരു ഒച്ചയും ഉണ്ടാക്കാതെ അവർ മൗനമായി പ്രാർത്ഥിക്കാനുള്ള ബുക്കിലെറ്റും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. വളരെ അനുഗ്രഹം അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പപ്പയുടെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം കേട്ടതിലെല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം മോളുടെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ഉൾപ്പെടുത്തി. അതിനുശേഷം നമ്മളുടെ മഠം നടത്തുന്ന ഈ ഒരു കുഞ്ഞു കടയിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പം ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പം നമുക്ക് ഇവിടുന്ന് പല സാധനങ്ങൾ വാങ്ങിക്കാം. ഇവിടെ കർത്താവിൻ്റെ രൂപങ്ങളുണ്ട്, പിന്നെ പല വിശുദ്ധന്മാരുടെ രൂപങ്ങളുണ്ട്, മാതാവിൻ്റെ രൂപമുണ്ട്, കുരിശിൽ തറച്ച കർത്താവിൻ്റെ ഇങ്ങനെ രൂപങ്ങൾ, പല കാര്യങ്ങളായിട്ട് ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും.
പിന്നെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ വന്ന എല്ലാ സാധനവും വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇച്ചിരി കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് മാത്രം നമുക്ക് ഹോളി വാട്ടർ ആണത്, മാതാവിൻ്റെ അതായത് ഹോളി വാട്ടർ വെക്കുന്ന പല പല പാത്രങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് ഈ പാത്രം വാങ്ങിച്ചിട്ട് ഹോളി വാട്ടർ മാത്രം ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാം. ഈ പൈപ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോളി വാട്ടർ ഇവിടെ നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ പല പല കുരിശിത്തറച്ച ഈശോൻ്റെ രൂപങ്ങളും പല കാര്യങ്ങളും ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ റേറ്റ് ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. 500 സംതിങ് ആണ് ഈ ഒരു കുരിശിത്തറച്ച യേശുവിൻ്റെ രൂപത്തിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രാങ്ക് കേട്ടോ, രൂപയല്ല, ഫ്രാങ്കാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം കണ്ടോ പല വിശുദ്ധന്മാരുടെ ഫോട്ടോസ് ഉണ്ട്. അത് പുതിയതായിട്ട് വന്ന വിശുദ്ധൻ്റെ വരെ രൂപങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മറിയ സ്റ്റൈനിലെ മാതാവിൻ്റെ രൂപങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്റ്റോറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൊന്തമാല അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിന് ഒട്ടിക്കുന്ന മാഗ്നറ്റ്സ് പല ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്ന ഒരു മാഗ്നറ്റ് വാങ്ങി, പിന്നെ മമ്മിക്കൊരു മാതാവിൻ്റെ രൂപം വാങ്ങി, പിന്നെ ഇവിടെ പല കയ്യിലിടുന്ന കൈക്കൊന്ത പോലത്തെ സാധനങ്ങൾ, പിന്നെ മാല, പിന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകൾ, അങ്ങനെ പല ഓപ്ഷൻസാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങി പതുക്കെ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഒരു കുഞ്ഞ് യാത്രയിലെ മറിയ സ്റ്റൈനിൻ്റെ കാഴ്ചകൾ. അപ്പം ഞങ്ങൾ പാർക്കിംഗ് ടിക്കറ്റൊക്കെ പേ ചെയ്യുവാണ്. പേ ചെയ്തതിന് ശേഷം നമ്മൾ കാറെടുത്ത് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ മറിയ സ്റ്റൈൻ്റെ യാത്രകൾ. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു ഗൈസ് ഫോർ സപ്പോർട്ടിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വരുന്നതിനായി കാത്തിരിക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചാർജ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം ബൈ ബൈ ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് ബൈ.